രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായാൽ ഇന്ത്യ മുന്നണി ചെയർമാൻ പദത്തിൽ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങി കോൺഗ്രസ്. മുന്നണിയുടെ അധ്യക്ഷ സ്ഥാനം ശരത് പവാറിനോ അഖിലേഷ് യാദവിനോ നൽകാനാണ് നീക്കം. പ്രതിപക്ഷ നേതൃസ്ഥാനവും അധ്യക്ഷ സ്ഥാനവും ഒരു പാർട്ടിയിൽ നിന്ന് വേണ്ട എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ്. ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് പിന്നാലെ ചെയർമാൻ സ്ഥാനവും കൺവീനർ സ്ഥാനവും മുന്നണിയിൽ സജീവ ചർച്ചയായിരുന്നു. ഇന്ന് എൻഡിഎയ്ക്കൊപ്പമുള്ള നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് അന്ന് പരിഗണിച്ചിരുന്നെങ്കിലും നിതീഷ് താൽപര്യം പ്രകടിപ്പിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യം നിലനിന്നതിനാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഭൂരിപക്ഷം നേതാക്കളും ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ 101 സീറ്റ് ലഭിച്ചതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അധ്യക്ഷസ്ഥാനത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ തുടരുന്നതിനാൽ മുന്നണിയുടെ അധ്യക്ഷസ്ഥാനമൊഴിയാൻ ഖാർഗെ താൽപര്യമറിയിച്ചതായാണ് വിവരം. ഘടകകക്ഷി നേതാക്കളിൽ ഒരാൾക്ക് മുന്നണിയുടെ അധ്യക്ഷസ്ഥാനം നൽകാനാണ് ശ്രമം. അങ്ങനെയെങ്കിൽ ശരത് പവാറിനാകും അധ്യക്ഷസ്ഥാനം. ശിവസേന ഉദ്ധവ് വിഭാഗവുമായി അടുത്ത ബന്ധം പവാറിനുള്ളതുകൊണ്ടുതന്നെ അധ്യക്ഷസ്ഥാനം നൽകുന്നതിലൂടെ ആ കെട്ടുറപ്പ് ദൃഢമാകും. യുപിയിലെ വിജയം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ സൃഷ്ടിച്ചതുകൊണ്ടുതന്നെ അഖിലേഷ് യാദവിന്റെ പേരും അധ്യക്ഷസ്ഥാനത്തേക്ക് ഉയരുന്നുണ്ട്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം വിശാല യോഗം ചേരാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ആ യോഗത്തിൽ അധ്യക്ഷസ്ഥാനം ആർക്കെന്നതിൽ അന്തിമ തീരുമാനമാകും. 24 ഡൽഹി.